പ്ലാൻ ചെയ്യണം. രാത്രി വരെ ഞാൻ ഉറക്കൂല. ഇതിട്ട് ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 2:07 മണി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡിയർ സിറേ എന്നുള്ള സിനിമ കണ്ടതായി ഇറങ്ങിയിരിക്കുകയാണ്. 11:45 ഷോ ആയിരുന്നു. നമ്മൾ ഏരീസിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല, ട്രിവാൻഡ്രം. അങ്ങനെ നമ്മൾ ആർടെക് സിനിമാസിൽ കണ്ടിട്ടതായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം സിനിമയെക്കുറിച്ചുള്ള ചെറിയൊരു നമ്മളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇന്നലെ കാണാൻ പറ്റിയില്ല. ഭയങ്കര ഹൈപ്പില്, ഭയങ്കര പേടിപ്പിക്കുന്ന സിനിമ എന്നുള്ളൊരു ടാഗ് ലൈനിലാണ് ഡിയർ സിറേ വന്നിരിക്കുന്നത്. അപ്പം പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് പേടിക്കാനുണ്ട്. നല്ലതായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് പടത്തെ എടുത്തിരിക്കുന്ന ആ ഒരു രീതിയാണ്, എടുത്തു വെച്ചിരിക്കുന്ന രീതിയും ആ ഒരു ആംബിയൻസ്, ആ ഒരു പക്ക ഡാർക്ക് മൂഡ് പിടിച്ചിരിക്കണം. ഫസ്റ്റ് ഹാഫ് ഫുൾ സൈലന്റ് ആണ്. അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതിലാണ് നമ്മൾ പിടിച്ചിരുന്നത്. അതായത് ഒരു സീൻ ഇങ്ങനെ, അതായത് ഹൊറർ സീൻ വരുമ്പോഴത്തേക്കും തിയേറ്റർ ഫുള്ള് സൈലൻസ് ആവും. ഒരു BGM ഇല്ല, സൈലൻസ് ആയിട്ട് നമ്മൾ തന്നെ ഇത് എന്ത് സംഭവം ഇങ്ങനെ നോക്കിയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഹൈയിൽ കൊണ്ടുവരും. അതാണ് സംഭവം. അപ്പം സിനിമ ഡയറക്റ്റ് അയക്കുന്നത് രാഹുൽ സദാശിവൻ. നമ്മളെ പുള്ളിയുടെ 4ാമത്തെ പടമാണെന്ന് തോന്നുന്നു. ഭൂതകാലം, ഭ്രമയുഗം, ഡിയർ സിറേ. ഫസ്റ്റ് പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. അപ്പം ഇറക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹൊറായിട്ട് തോന്നിയത് ഭൂതകാലം തന്നെയാണ്. കാരണം അതൊരു ഫാമിലി പടം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കണ്ട പടമാണത്. പക്ഷെ അവസാനത്തെ കുറച്ചു നേരം അന്യായമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഹൊറാണെന്ന് അറിയാം. ഹൊറാണെന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ പേടിച്ച് തൂറുവരാ. അതെ, ഇവനാണെങ്കിൽ പേടിക്കുന്ന സീനിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പം കുറെ സ്പോയിലർ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്പോയിലർ വെളിയിൽ പോകും. ഇതിനകത്ത് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിന്റെ അഭിനയം. അടിപൊളി. മോഹൻലാലിന്റെ DNA ആണ് തെളിയിച്ചിരിക്കുന്നത്. അന്യായ പെർഫോമൻസ്. പിന്നെ അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, പേര് മറന്നു. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ക്യാരക്ടർ പറഞ്ഞുണ്ട്, അത് ഭീകരമായിട്ടുള്ളൊരു, നമ്മളിങ്ങനെ പേടിക്കും. അതെ, പേടിപ്പിക്കുന്നല്ല, അവർ കയ്യടി കിട്ടും ആ ഒരു ക്യാരക്ടറിന്. സിനിമയിലെ ക്ലൈമാക്സ് എടുത്തുമ്പോഴത്തേക്കും ഒരു ക്യാമിയോ വരുന്നു. അത് തൊട്ട് അന്യായം. പക്ഷെ പടത്തിലെ മെയിൻ ആയിട്ടുള്ള റോളാണ്. ശരിയാണ്. പക്ഷെ ക്ലൈമാക്സില് ക്യാമിയുടെ അമ്മയായിട്ട് വരുന്ന ഒരു റോളുണ്ട്. അയ്യോ, പക്ഷെ ക്ലൈമാക്സ് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ക്ലൈമാക്സ് നമ്മൾ ബാക്കി പിടിച്ചിരുത്തണ എലിവേറ്റ് ചെയ്യണ ആ ഒരു സാധനം ക്ലൈമാക്സിൽ ഇല്ല. അത് മാത്രം ഒരു ഇതായി നെഗറ്റീവ് എന്നല്ല, മേ ബി അവര് ചിലപ്പോ അങ്ങനെ ഒതുക്കിയതായിരിക്കണം. അല്ലെങ്കിൽ മേ ബി ഇതിൽ നിന്ന് എന്തെങ്കിലും പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നിയത് ഇതില് പ്രണവ് മോഹൻലാലിന് ഈ കഥയില്, അതായത് സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെ അറിയാമോ അത് മാത്രമേ ഓഡിയൻസിന് അറിയുള്ളൂ. കുറെ കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ സിനിമയിലെ സ്റ്റോറിയിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് പ്രണവിന്റെ ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഓഡിയൻസ് ഈ ഒരു സിനിമ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയൂടാ അതിനെപ്പറ്റി. കാരണം ഇതിനകത്ത് പറഞ്ഞ സ്പോയിലർ ആവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാരും സിനിമ കാണുക. കഴിവതും തിയേറ്റർ മസ്റ്റ് ആയിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സറൗണ്ടിങ് ഒക്കെ ഉള്ള സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്റർ തന്നെ ഇരുന്ന് കാണണം. എങ്കിലേ നമുക്ക് സിനിമ വർക്ക് ആവത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ പോകുന്നതാണ്. ഇത് രാത്രി കണ്ണും കൊണ്ട് വീട്ടിൽ പോകാനും പറ്റൂല, രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. നമുക്ക് 2 മണി കഴിഞ്ഞ് എങ്ങനെ വീട്ടിൽ പോകും? ഇവൊരു റൂട്ട്, ഞാൻ ഒരു റൂട്ട്. അതെ, എങ്ങനെ ഈ കാർ കൊണ്ട് ഒതുക്കി ഇട്ടിട്ട് ഗേറ്റ് എങ്ങനെ അടയ്ക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നേരം വെളുത്തിട്ട് വീട്ടിൽ പോകും, അതായിരിക്കും നല്ലത്. കാരണം സിനിമയിൽ അങ്ങനെയാണ്, നൈറ്റ് സീന് വന്നിട്ട് നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്ത് സംഭവം നേരം വെളുക്കുമ്പോ ഹോൾ തിയേറ്റർ. അങ്ങനെ കാര്യം പറയാട്ടെ, ആദ്യത്തെ ഒരു സീനുണ്ട്, ആദ്യത്തെ പേടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ആ സീന് രാവിലെ ഇങ്ങനെ പേടിപ്പിച്ച് കൊണ്ടുവരും.
ഇപ്പൊ കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കാണിക്കാതെ അത് പെട്ടെന്ന് രാവിലെ. അപ്പൊ നമ്മളിങ്ങനെ തിയേറ്ററിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ശ്വാസം വിട്ട്. സിനിമയിലെ ഫസ്റ്റ് ഹൊറർ സീന് സീനിലൊന്നും ഇല്ല, പക്ഷെ നമ്മള് വെയിറ്റ് ചെയ്യും, നമ്മൾ എന്തൊക്കെയൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ആ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ അയ്യോ ബാക്കി ഇരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇവന്റെ അടുത്തിരുന്ന ഒരുത്തൻ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കയ്യേം കെട്ടി ആര് വായിട്ട് അടിച്ചു കൊടുക്കാൻ തോന്നി. ഉറങ്ങാനായിട്ട് കുറെ എണ്ണം തിയേറ്ററിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാരും സിനിമ പോയി കാണുക. ആരും OTT ഒന്നും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. OTT കാണാനുള്ള പടമല്ല. ഇപ്പതാ ലോക ഇന്നലെ OTT ഇറങ്ങി, ഞാൻ മിസ് ചെയ്ത്. ലോക OTT ഇറങ്ങിയപ്പോഴത്തേക്കും ലോക അണ്ടർ-റേറ്റഡ് പടമാണ്, കൊള്ളൂല എന്ന് പറഞ്ഞ ഓവർ-റേറ്റഡ് പടമാണ്, കൊള്ളൂല എന്ന് പറഞ്ഞ കുറെ ടീമുകളുണ്ട്. അപ്പൊ ഈ സിനിമ എല്ലാരും തിയേറ്റർ തന്നെ തിയേറ്റർ തന്നെ. സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് പക്ക കിട്ടണമെങ്കിൽ തിയേറ്റർ തന്നെ പോകണം. അതെ, പക്ക ഒരു 7.1 ഉള്ള തിയേറ്റർ തന്നെ പോകണം. നമ്മള് 7.1 പോയത്, അതുകൊണ്ട് നമുക്ക് അത് കിട്ടി. ബാക്കിയുള്ള തിയേറ്ററിൽ കിട്ടൂല എന്നല്ല, അത്രയേ ഉള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എഫക്ട് അടിക്കും. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ വീടെത്തുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നേരെ വെളുപ്പിക്കാനായിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോവാണ് ഗൈസ്.